ഹായ് എവരി വൺ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനായ അത്യാഡംബരവും അഹങ്കാരവും പ്രകടനപരതയും നമ്മുടെ ആത്മീക ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ എങ്ങനെ അകറ്റിക്കളയുമെന്ന ക്വസ്റ്റ്യനാണ്. എൻ്റെ സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഡിപ്പെൻസ് ഓൺ ദ മാർക്ക്. അഹശ്വേരോഷ് 127 സംസ്ഥാനങ്ങളിലെ പ്രമാണികളെയും നാട്ടുരാജാക്കന്മാരെയും വെച്ച് കൊടുക്കുന്ന വിരുന്നിനെ കുറിച്ച് നമുക്ക് എഴുതാം. എന്നിട്ട് അതിൽ അഹങ്കാരം, അഹശ്വേരോഷ് തൻ്റെ അധികാരത്തിലും സമ്പത്തിലും അഭിമാനിച്ചു. സദൃശ്യവാക്യം 16:18 അഹങ്കാരം നാശത്തിനു മുൻപും ഉന്മാദ ഹൃദയം വീഴ്ചയ്ക്ക് മുൻപും വരുന്നു. 1 പത്രോസ് 5:5 അഹങ്കാരം നമ്മെ ദൈവത്തിൽ നിന്നും വേർതിരിക്കുന്നു. ദൈവം വിനയമുള്ളവരെ ഉയർത്തുകയും അഹങ്കാരികളെ താഴ്ത്തുകയും ചെയ്യുന്നു. ആഡംബരം, സ്വർണ്ണപാത്രങ്ങൾ, വിലയേറിയ പരവതാനികൾ ഇവയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനല്ല, തൻ്റെ ബഹുമതിക്കായിട്ടാണ് അവിടെ അഹശ്വേരോഷ് കാണിക്കുന്നത്. മത്തായി 6:21 നിങ്ങളുടെ നിധി എവിടെയോ അവിടെ നിങ്ങളുടെ ഹൃദയമായിരിക്കും. അഹശ്വേരോഷിൻ്റെ ഹൃദയം ദൈവത്തിലല്ല, സമ്പത്തിലും ആഡംബരത്തിലുമായിരുന്നു. അത് ഇന്നത്തെ മനുഷ്യരുടെ ജീവിതത്തിലും കാണുന്ന ഒരു ആത്മീക പാളിച്ചയാണ്, ഭൗതികതയിലും പ്രദർശനത്തിലും അടിമപ്പെടുന്നത്. അടുത്തത് പ്രകടനാഭിലാഷം, ആത്മീയതയുടെ നഷ്ടം. വിരുന്നിൻ്റെ അവസാനം മദ്യലഹരിയിൽ അവൻ തൻ്റെ ഭാര്യയെ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി കൽപ്പിച്ചു. ഇത് പ്രകടനാഭിലാഷം എന്നതിൻ്റെ ഏറ്റവും അപകടകരമായ രൂപമാണ്. മനുഷ്യൻ മറ്റൊരാളെ അപമാനിക്കാൻ വരെ നയിക്കുന്ന പെരുമാറ്റം. അതിന് റെഫറൻസ് മത്തായി 6:1 മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ദൈവം നമ്മെ വിനയത്തിലും ആത്മാർത്ഥതയിലും ജീവിക്കുവാൻ വിളിക്കുന്നു, പ്രദർശനത്തിനായിട്ടല്ല. അഹശ്വേരോഷിൻ്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ആത്മീക മൂല്യം നഷ്ടപ്പെടുത്തിയതിനൊപ്പം ദൈവത്തിൻ്റെ പദ്ധതിക്കായി പുതിയ വഴിയൊരുക്കി. എസ്തേർ രാജ്ഞിയാകുവാനുള്ള വഴി. വേറെ ബൈബിൾ റെഫറൻസായിട്ട് ഉദാഹരണങ്ങൾ. നെബൂഖദ്നേസർ രാജാവ് തൻ്റെ രാജ്യം മഹത്വപ്പെടുത്തുന്നതിനായി പറഞ്ഞു. ദൈവം ഉടനെ അവനെ താഴ്ത്തി. ദാനിയേൽ 4:30-33 ഞാനല്ലയോ ഈ വലിയ ബാബിലോൺ പണിതത്, അഹങ്കാരത്തിൻ്റെ ഫലം നാശം. ലൂക്കോസ് 12:16-21 ധനികനായ മനുഷ്യൻ എൻ്റെ ധാന്യം ഞാൻ ശേഖരിക്കും, സന്തോഷത്തോടെ ജീവിക്കും. അല്പജ്ഞാനിയെ, ഇന്ന് നിന്റെ ജീവൻ നഷ്ടമാക്കിയാൽ എന്തു ചെയ്യുമെന്ന് ദൈവം പറയുന്നത്. ആഡംബരവും ആത്മീക ശൂന്യതയും ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നു. യാക്കോബ് 4:6 ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. ഇതിനകത്തു നിന്നുള്ള സ്പിരിച്വൽ ലെസൺ, അഹങ്കാരം ദൈവത്തിൽ നിന്നുള്ള ആശ്രയം ഇല്ലാതാക്കുന്നു. ആഡംബരം ആത്മാവിനെ ശൂന്യമാക്കുന്നു. പ്രകടനാഭിലാഷം ദൈവമഹത്വം മനുഷ്യ മഹത്വമായി മാറുന്നു. അഹങ്കാരവും ആഡംബരവും മനുഷ്യനെ ഉയർത്തുന്നത് പോലെ തോന്നിയാലും അവൻ അതിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവം മഹത്വപ്പെടേണ്ടിടത്ത് മനുഷ്യൻ സ്വയം മഹത്വപ്പെടുമ്പോൾ ആത്മീയ ജീവിതം നശിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വിനയത്തിലും ഭക്തിയിലും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.